പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലുള്ള പലരും ദുർബലരായി പോകുന്നത് സൗഹൃദങ്ങളുടെ മുന്നിലായിരുന്നു. ആ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു പലരും അവർക്ക് വേണ്ടിയിട്ടുള്ള പലതും വേണ്ടെന്ന് വെച്ചത്. ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റി എഴുതിയത് സൗഹൃദങ്ങൾ തന്നെയായിരുന്നു. നമുക്കറിയാം, ആ സൗഹൃദ കൂട്ടായ്മകളിൽ ഉണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർത്ത് നമ്മളിപ്പോഴും മനസ്സുകൊണ്ടെങ്കിലും സന്തോഷിക്കുന്ന ആളുകളാണ്. ഇന്ന് ഈശോ സുവിശേഷത്തിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ വാക്കുകൾ അതാണ്. ഐ കോൾ യു ഫ്രണ്ട്സ്. ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. ഐ കോൾ യു ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. ശിഷ്യന്മാരെക്കാൾ ഉപരിയായി നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണെന്ന്. എന്തൊരു സന്തോഷമാണ് ജീവിതത്തിന് കിട്ടണേ. ക്രിസ്തുവിനെ കണക്കൊരു കൂട്ടുകാരനെ കിട്ടുകയാണ് നമുക്ക്. അത് ആള് തന്നെ നമ്മളോട് പറയാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നതല്ല. അതിനുള്ള യോഗ്യതയില്ലെന്നും അതിനുള്ള സ്റ്റാൻഡേർഡ് ഇല്ലെന്നും അതിനകത്ത് ക്വാളിറ്റി ഇല്ലെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ ആൾ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, യു ആർ മൈ ഫ്രണ്ട്സ്, ക്യാൻ യു ബി മൈ ഫ്രണ്ട്? ഇത് വലിയൊരു സ്നേഹം നിറഞ്ഞ ചോദ്യമാണ്. നീ എൻ്റെ സ്നേഹിതനാ, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. അതിനുള്ള കാരണങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറയണതല്ല. ഇത്രയും കാലം പിതാവിൽ നിന്ന് കേട്ടതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചു. എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു രഹസ്യവും ഇല്ല, മറച്ചു വയ്ക്കാനായിട്ട് ഒന്നുമില്ല. ഐ ഹാവ് നോ സീക്രട്സ് ഫ്രം യു. കർത്താവ് പറയുമ്പോൾ അത് അതുപോലെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളിനി എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. എന്നിട്ട് അടുത്ത വചനം കൂടി ഒന്ന് വായിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം പിടികിട്ടും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയത്ര ചെയ്തത്. ഇങ്ങനെ പള്ളിയിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള അപ്പനും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അവരുടെ അപ്പനും അമ്മയും നമ്മുടെ അപ്പാപ്പനും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള അവരോട് നമ്മുടെ മുതുമുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, കാരണന്മാരായിട്ട് തലമുറകളായിട്ട് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം, പള്ളി കയറിയാൽ കരം വിരിച്ച് ഇങ്ങനെ എന്തെങ്കിലും തായോ എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദാസന്മാരുടെ ശരീരഭാഷയാണത്. യജമാനനെ അറിയാത്ത അല്ലെങ്കിൽ സ്നേഹിതനായിട്ട് അവിടെ ദൈവത്തെ കാണാൻ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ദാസന്മാരെ കണക്ക് ജീവിക്കുന്ന മനുഷ്യരുടെ ശരീരഭാഷയാണ് എന്തേലും തായോ. പള്ളികളിൽ മുഴുവൻ, നമ്മുടെ ദേവാലയങ്ങളിൽ മുഴുവൻ, നൊവേന കേന്ദ്രങ്ങളിൽ മുഴുവൻ, ധ്യാന കേന്ദ്രങ്ങളിൽ മുഴുവൻ, നമ്മുടെ വീടിൻ്റെ തിരുനടകളിൽ മുഴുവൻ അടക്കം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഈ കൈനീട്ടവും ഈ ചോദ്യങ്ങളുമാണ്. എന്തേലും തായോ. ദാസന്മാരുടെ ശരീരഭാഷയോടുകൂടെ മറ്റൊരാളുടെ മുൻപിൽ ഇങ്ങനെ ഇരന്ന് വാങ്ങുന്ന ഫേവറുകൾക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ, കർത്താവിൻ്റെ മുൻപിൽ അത് വേണ്ടെന്ന് തന്നെ ഈശോ പറയണേ. ബോബിച്ചനൊക്കെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മടുത്തിട്ടുണ്ടാവും കർത്താവിന് ഭക്തന്മാരെ കൊണ്ട്. ഈ ഭക്തന്മാരെ കൊണ്ട് കർത്താവിന് മടുത്തിട്ടുണ്ടാവും. അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹിതന്മാരെയാണ്. കർത്താവിൻ്റെ നെഞ്ചോട് അന്ത്യത്താഴത്തിൽ ചേർന്ന് കിടക്കുന്ന യോഹന്നാനെ കണക്ക് അവൻ്റെ പാദത്തിങ്കലിരുന്ന് അവൻ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കാനായിട്ട് സ്നേഹപൂർവ്വം കാത്തിരിക്കുന്ന മേരിയെ കണക്ക് സ്നേഹിതന്മാരെ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പള്ളിയിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് നമ്മുടെ പിള്ളേരൊക്കെ കയറി ചെല്ലുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു രസമായിരിക്കും. അത്രയ്ക്ക് അടുപ്പം കർത്താവിനോട് കിട്ടുന്ന കൂട്ടുകാരെ കണക്ക് കർത്താവിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു സ്പിരിച്വാലിറ്റിയിലൊക്കെ നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ ദ ചോസൺ എന്ന് പറയുന്നൊരു വെബ് സീരീസ് ഉണ്ടാക്കിയ മാറ്റം അതാണ്. ഇത്രയും കാലം കർത്താവിനെ കുറിച്ചുണ്ടായിരുന്ന എല്ലാ കോൺസെപ്റ്റ്സും മാറ്റിപ്പോകുന്ന വിധത്തിൽ, അത്രയ്ക്ക് കർത്താവ് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ ഒരു കൂട്ടുകാരനെ കണക്ക് തോളിൽ കൈയിട്ടും പാട്ടുപാടിയും നൃത്തം ചെയ്തും കൂടെ ചിരിച്ചും കളി പറഞ്ഞുമൊക്കെ നടക്കുന്ന ഒരു ദൈവ പുരുഷനെ ഒരു ഇത് കാണിച്ചു തരും. ആ ഒരു സീരീസ് കാണിച്ചു, ദ ചോസൺ. മക്കളൊക്കെ കാണുന്നത് നല്ലതാണ്. ഒരുപാട് പിള്ളേർ അതിൽ നിന്ന് വളരെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഈ ചെറിയ പിള്ളേരെ കുറേ നേരം പള്ളിയിലൊക്കെ വന്നിരിക്കുന്നതും ചില സംശയങ്ങൾ ചോദിക്കുന്നതും ചില റീലുകളൊക്കെ ഈശോയെക്കുറിച്ച് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ബേസ് കിടക്കുന്ന ആ ഒരു സീരീസാണ്. പറ്റുമെങ്കിൽ
ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളെ തുടങ്ങി ഒന്ന് കാണിച്ചു തുടങ്ങണോ അത് വീട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് ടി വി ഒക്കെ കാണുന്ന സമയങ്ങളിൽ വേണമെങ്കിൽ ഒരു ഫാമിലി ടൈമൊക്കെ ഇരുന്ന് ഓരോ സീരീസ് ഒക്കെ ഇരുന്ന് കാണുന്നത് നല്ലതാണ്. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. കർത്താവ് നമ്മുടെ സ്നേഹിതന, ഈസ് മൈ ഫ്രണ്ട് എന്നുള്ള ഒരു 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 ബോധ്യത്തിലേക്ക് അത് പ്രായമായവരായാലും പ്രായം കുറഞ്ഞവരായാലും കുഞ്ഞുങ്ങളായാലും ഒക്കെ എത്തിച്ചേരുന്നത് ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കും. ഐ കോൾ യു ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെ ചെന്നിരിക്കാനാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്കും കുറച്ചു നേരം ആ ഒരു സൗഹൃദ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ എൻ്റെ സ്നേഹിതനാണെങ്കിൽ, ഈശോ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ നമ്മളവിടെ ചെന്നിരിക്കും. സമയം പോകുന്നതോ സമയമില്ലെന്ന് പറയുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളില്ല. എൻ്റെ കൂട്ടുകാരനെ കാണാൻ ഞാൻ പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കുന്നു, തിരിച്ചു പോരുന്നു. പരിശുദ്ധ കുർബാനയും ജപമാലയും അടക്കമുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം കുറച്ചു നേരം അവനുമായി ഒന്ന് കൂട്ടിരിക്കാനായി, ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായിട്ടൊക്കെ ചില മനുഷ്യരെങ്കിലും ഇപ്പോഴും സമയം കണ്ടെത്തുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 10 മിനിറ്റ് വെറുതെ ഈശോയെ നോക്കിയിരിക്കുന്ന കുടുംബങ്ങളെ അറിയാം. ഹീസ് മൈ ഫ്രണ്ട്. കർത്താവ്, എന്തൊരു മാറ്റമാണ് എൻ്റെ ജീവിതത്തിനും അങ്ങയോടുള്ള ഒരു അടുപ്പത്തിലേക്ക് വരുന്നത്. അതോടുകൂടി എൻ്റെ ജീവിതത്തിന് എന്തൊരു സന്തോഷമാണ് വരുന്നത്. കർത്താവിനെ കണക്കൊരു കൂട്ടുകാരൻ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു പ്രശ്നമില്ല. ഇങ്ങനൊരു കൂട്ടുകാരൻ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില പയ്യന്മാര് ഇങ്ങനെ അവരുടെ ഫ്രണ്ട്സിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എന്തും ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരാൾ മതി. കാവല് പോലെ കോട്ട കണക്കി കൂട്ടുനിൽക്കുന്ന ചില കൂട്ടുകാരുടെ ബലത്തിൽ ജീവിതത്തിൻ്റെ പല ഉന്നതികളെയും വെട്ടിപ്പിടിക്കുന്ന മനുഷ്യര് ചില സമയത്ത് നെഗറ്റീവായിട്ടും പോകുന്നുണ്ട്. പക്ഷെ അവരെ ഇങ്ങനെ ചാടി ഇറങ്ങുന്ന ചില അപകടങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഫ്രണ്ടുണ്ട്. ഐ ഹാവ് എ ഫ്രണ്ട്. ഒരിക്കലും എന്നെ തള്ളിപ്പറയാത്ത, ഒരിക്കലും എന്നെ വിട്ടുകളയാത്ത, ആദ്യം വായിച്ച ബോബിയച്ചൻ്റെ പുസ്തകങ്ങളിൽ ഒന്നിലെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വായന അതായിരുന്നു. ഞാൻ ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ പോവാം. കൂട്ടുകാരൻ ഒരാൾ പാലത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവൻ പറയും, ഞാനുണ്ടാവില്ല നിൻ്റെ കൂടെ ചാടാനായിട്ട്. ഇങ്ങനെ അമ്പരന്നവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ താഴെ ഉണ്ടാവും, നീ താഴെ വരുമ്പോൾ നിന്നെ കയ്യിൽ താങ്ങാനായിട്ട്. അതുപോലൊരു ഫ്രണ്ട്, ദാറ്റ് ലൈക്ക് ഫ്രണ്ട്. കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം, ഞാൻ ഉണ്ടാവും കൂടെ, ഒരു ഫ്രണ്ടായിട്ട്. അത് ദൈവം കൂട്ടുകാരനാവുന്നു എന്നുള്ളത് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ചിന്തയാണ്. ഇന്ന് മുഴുവൻ ഇന്ന് ധ്യാനിക്കണം. പറ്റുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കർത്താവിനെ കൂട്ടുകാരനായിട്ട് കാണും. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കർത്താവിനെ കൂട്ടുകാരായിട്ട് കാണും. ജീവിതം മാറുന്നത് കാണാം. എൻ്റെ കൂട്ടുകാരനായ കർത്താവെ, എൻ്റെ തലയിലൊന്ന് ആശീർവാദത്തിൻ്റെ കരങ്ങൾ തൊടണേ എന്ന ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചു നമുക്ക് മുറ്റുന്നതിനായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂട്ടുകാരൊത്ത് ടൂറൊക്കെ പിക്നിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ടെന്റില് ഒരുമിച്ച് കിടന്നുറങ്ങുന്ന രാത്രികള് ഭയങ്കര രസമുള്ളത്. ഈ രാത്രി കർത്താവിനോടുകൂടെ, വിത്ത് മൈ ഫ്രണ്ട്, കൂട്ടുകാരനായ എൻ്റെ കർത്താവിനോടുകൂടെ ഉറക്കത്തിലായിരിക്കാം. ഏറ്റവും സന്തോഷമുള്ള ഒരു രാത്രി ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത
സ്നേഹമേ